ആൻ്റണി, നീ എന്തിനാ സച്ചിയുടെ താക്കോല് മേടിച്ചേക്കണ കാറിൻ്റെ? അതിപ്പോൾ ഇങ്ങനെ നീ അറിയണം, അതുകൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. എന്തായാലും നീ നല്ലതിനല്ലാന്ന് എനിക്ക് മനസ്സിലായി. മീര പറയണ, ആൻ്റണി നീ എന്തിനാ ആവശ്യമില്ലാത്തിരിക്കുമ്പോൾ ശ്രുതിനെ വലിച്ചയക്കണം? നിൻ്റെ ഫ്രോഡ് തരങ്ങൾക്കൊക്കെ എന്തിനാ നീ ഇവളെ വലിച്ചയക്കണ? അതെന്തിനാണെന്നറിയോ? ശ്രുതി ഏറ്റവും വലിയ ഫ്രോഡായ കാരണം എന്ന് പറയണ ആൻ്റണിയെ ശ്രുതിയും കൂടിയിട്ട് സച്ചിനെ വലിയൊരു ചതിയിലാണ് പെടുത്താൻ പോകുന്നത് കൂട്ടുകാരെ. ഇന്നത്തെ ചെമ്പന്നിർപ്പൂവിൽ നമ്മളെപ്പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ചതിയിലാണ് സച്ചി വീഴാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെമ്പന്നിർപ്പൂവിലേക്ക് സ്വാഗതം. ഭാമ സച്ചിയുടെ താക്കോല് കൈക്കലാക്കാൻ വേണ്ടി പമ്മി വന്നിട്ടുണ്ടല്ലോ ചന്ദ്രോദയത്തിലേക്ക് വന്നപ്പോൾ പറയുന്നുണ്ട്, സച്ചിനെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി വന്നു, ഭാമ കണ്ടു. സച്ചി താക്കോല് വെക്കുന്ന സ്ഥലം കണ്ടു. ഷെൽഫിനാണ് സച്ചി താക്കോല് വെച്ചത്. അങ്ങനെ താക്കോല് അവിടെ വെച്ചിട്ട് സച്ചി പറയണം, ഭാമേൻ്റെ ഇരിക്കെ രേവതി എന്തെങ്കിലും കഴിക്കാനെടുക്കുക, എനിക്ക് വിശന്നിട്ട് പോയാൽ ഭാമേൻ്റെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, ഭാമേൻ്റെ ഇവിടെ ഇരിക്കുക പറഞ്ഞിട്ട് ഭാമേനെ അവിടെ ഇരുത്തിയിട്ട് സച്ചി മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഈ താക്കോല് വെച്ച സ്ഥലം ഭാമ കാണണം. ഭാമ വേഗം താക്കോലെടുത്ത് കൈപ്പിടിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ്, ഭാമയെ വിളിക്കുമ്പോൾ ഭാമ അത് എടുത്തിട്ട് പോകാനുള്ള തത്രപ്പാടിലാണ്. എന്നിട്ട് താക്കോല് മറച്ചു പിടിക്കും. ചന്ദ്ര ചോദിക്കും, ഭാമ നീ എവിടേക്ക് വയ്ക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോകാനാണ് പറയുമ്പോൾ, ഇത്ര ഇരുട്ടായിട്ടോ, നീ നിൽക്കുക, ഞാൻ സുധിയോട് കൊണ്ടാക്കി തരാൻ പറയുമ്പോൾ വേണ്ട ഞാൻ പൊക്കോളാം, എങ്ങനെയെങ്കിലും പൊക്കോളാം പറഞ്ഞിട്ട് ഭാമ അവിടുന്ന് ആ താക്കോലും കൊണ്ട് രക്ഷപ്പെടുകയാണ്. താക്കോലും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ചന്ദ്ര പറയണം, ഇവളെന്താ ഇപ്പം ഇത്ര ധൃതിയിൽ പോണ്, ഇതിലെന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്നങ്ങനെ ചന്ദ്ര വിചാരിക്കാൻ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും സച്ചി രേവതിയും കിടക്കണ സമയത്ത് അവരിങ്ങനെ ഓരോന്ന് സംസാരിക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഭാമ ഈ താക്കോലും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ശ്രുതി മീരയും പുറത്ത് കാത്തിട്ടുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, ഭാമ എനിക്ക് താക്കോല് കിട്ടിയണാവോ സച്ചിയുടെ വണ്ടിയുടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാമ താക്കോലും കൊണ്ട് വന്നിട്ട് ശ്രുതിക്ക് താക്കോല് കൊടുത്തിട്ട് ചോദിക്കണം, ശ്രുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ശരിക്കും നിൻ്റെ ലഗേജ് എടുക്കാൻ തന്നെയല്ലേ, വേറെ ഉടായിപ്പൊന്നല്ലോ? അല്ല ഭാമേൻ്റെ, എൻ്റെ ലഗേജ് എടുക്കാൻ തന്നെയാണ്, ഭാമേൻ്റെ താക്കോല് ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് ശ്രുതി ഭാമയുടെ കയ്യിൽ നിന്ന് താക്കോല് മേടിക്കുകയാണ്. താക്കോല് മേടിച്ചിട്ട് പോവാണ്. അപ്പം ഭാമ എന്നാൽ ശരി ഞാൻ പോകാൻ വേണ്ടി ഭാമയുടെ വീട്ടിലും പോവാണ്. ശ്രുതി മീരയും കൂടി ഈ താക്കോലും കൊണ്ട് നേരെ അവിടെ ആൻ്റണി കാത്തു നിൽക്കേണ്ട ആൻ്റണിയുടെ അടുത്തേക്ക് പോവാണ്. ആൻ്റണിയുടെ അടുത്തേക്ക് പോയിട്ട് അവർ ഈ താക്കോൽ ആൻ്റണീനെ ഏൽപ്പിക്കാൻ തുടങ്ങണം. അപ്പോൾ ചോദിക്കുന്നുണ്ട് അതിന് മുമ്പ് ശ്രുതി, നിനക്ക് എന്തിനാ ഈ താക്കോല് ചോദിക്കുമ്പോൾ, നീ നല്ലതിനൊന്നും ആവില്ല എന്ന് എനിക്കറിയാം, എന്തിനാ നിനക്ക് ഈ താക്കോല് ചോദിക്കുമ്പോൾ, അതുകൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്, അതൊന്നും നീ പറയണ്ട, പിന്നീട് അറിഞ്ഞാൽ മതി എന്ന് പറയാണ്. എന്തായാലും നല്ല കാര്യത്തിനാവില്ല, എന്തായാലും നിനക്കൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് ശ്രുതി ആ താക്കോല് ആൻ്റണിക്ക് കൊടുക്കുമ്പോൾ മീര പറയാണ്, നീ എന്തിനാ നിന്റെ ഫ്രോഡ് തരത്തിന് മുഴുവൻ ഇവളെ കൂട്ടുപിടിക്കുന്നതെന്ന് ചോദിക്കുകയാണ് മീര. അപ്പോൾ ആൻ്റണി പറയണത്, നീ ഇവളുടെ കൂടെ ഉണ്ടല്ലേ, ഒരാളോട് നിങ്ങൾ ഈ ഇതൊന്നും മിണ്ടി പോരുത്, ഞാൻ ഫ്രോഡ് തരത്തിന് ശ്രുതിനെ കൂട്ടുപിടിക്കണമെങ്കിൽ അവളെ ഏറ്റവും വലിയ ഫ്രോഡ് അതുകൊണ്ടാന്നൊക്കെ പറയാണ്. ശരി വാ മീര നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ മീരേനെയും കൂട്ടിയിട്ട് പോവാണ്. ആൻ്റണിയുടെ കയ്യിൽ താക്കോല് കിട്ടി. ആൻ്റണി പറയാണ്, ഇനി നമുക്കുള്ള പണിയാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് അതിനുള്ള പണികൾ ഒപ്പിക്കണം, ഇന്ന താക്കോല് നിങ്ങൾ ഇന്ന് തന്നെ അതിനുള്ള പണി ഒപ്പിക്കണം എന്നിട്ട് കൂടുള്ള ഗുണ്ടകൾക്ക് താക്കോല് കൊടുക്കുകയാണ്. ഈ സമയത്ത് സച്ചി രേവതിയും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിച്ചിട്ട് രേവതിയോട് പറയണ, രേവതി നീ എന്നോട് പറയാറില്ല ദേഷ്യം വരുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കുക, നിൻ്റെ കയ്യിൽ വെള്ളം ഉണ്ടാവാറില്ല ഉണ്ട്, അപ്പോൾ പിന്നെ എന്തിനാ നീ ആൻ്റണീനെ അടിക്കണായിട്ടുള്ള പറഞ്ഞ് നിനക്ക് ആ വെള്ളം എടുത്ത് കുടിക്കാനില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി അതൊന്നും അപ്പോൾ ഓർത്തില്ല സച്ചിട്ടാ പറയണം, എന്നാൽ നിനക്ക് ദേഷ്യം തണുത്തേനല്ലോ, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയണമെന്ന് മിണ്ടായിരുന്നു സച്ചിയേട്ടാ, അവന് 2 പൊട്ടിച്ചു, അവൻ എന്തായാലും അറിയാം, എന്നെ 2 കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് 4 ഇരട്ടി അവന് തിരിച്ചു കിട്ടുമെന്നറിയാം, അതുകൊണ്ട് ഒരിക്കലും അവൻ ഇതിലേക്ക് ഇറങ്ങിയില്ല സച്ചേട്ടൻ അത് പേടിക്കൊന്നും വേണ്ട, സച്ചേട്ടൻ കിടക്കാൻ നോക്കിയാൽ കിടക്കാന്ന് പറയാണ്. അപ്പോൾ ചോദിക്കും, നിനക്ക് നാളെ പൂ കൊടുക്കാനുണ്ടല്ലേ, എനിക്ക് വലിയ ഓർഡറാണോ ചോദിക്കുമ്പോൾ, ആ വലിയ ഓർഡർ, പക്ഷേ എനിക്കുള്ളതില്ല പ്രമേളി ചേച്ചിക്കുള്ള ചേച്ചീനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് നേരത്തെ പോകണം, എനിക്കും നാളെ നേരത്തെ പോകണം, രേവതി ഓട്ടം 8 മണിക്ക് എന്നൊക്കെ പറയണം. അതേ ഒന്ന് നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ കിടക്കുകയാണ്. അങ്ങനെ കിടന്നു. ഈ സമയത്ത് ഗുണ്ടകൾ മതിൽ ഗേറ്റ് കിടക്കാൻ നോക്കുമ്പോൾ ഗേറ്റ് ലോക്കഡാണ്. എന്നിട്ട് അവർ അപ്പുറത്തെ വശത്തു കൂടെ വരികയാണ്. വന്നിട്ട് മെല്ലെ താക്കോല് കൊണ്ട് സച്ചിയുടെ കാറ് തുറക്കുകയാണ്. കാറ് തുറന്നിട്ട് അതിലത്തെ ബ്രേക്ക് കേബിൾ അയച്ചിട്ടിട്ട് അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് ഇവർ ഉറങ്ങി. പക്ഷേ സച്ചിക്ക് ഉറങ്ങാൻ പറ്റില്ല. സച്ചി ചാടി നീറ്റു. സച്ചിക്ക് എന്തോ ഒരു മനസ്സിൽ എന്തോ ഒരു വിമിഷ്ടം പോലെയൊക്കെ തോന്നുന്നുണ്ട്. വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു സച്ചി. എന്നിട്ട് സച്ചി ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തോ ഒരു പരിഭ്രമം പോലെ തോന്നുന്നുണ്ട്. അപ്പോഴും സച്ചിക്ക് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കാനൊന്നും തോന്നണില്ല കേട്ടോ. അപ്പോൾ ഈ ഗുണ്ടകൾ വേഗം കാറിൻ്റെ ബ്രേക്കൊക്കെ അഴിച്ചിട്ടിട്ട് അവർ മെല്ലെ താക്കോല് ജനലിൻ്റെ കൂടെ അവിടെ ഉള്ളിലേക്ക് എവിടേക്ക് വിട്ടിട്ട് അവരങ്ങനെ കാറിൻ്റെ ഇതാക്കിയിട്ട് പോവാണ്. പോകുമ്പോൾ സച്ചി ഇങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ സച്ചിക്ക് പുറത്തേക്ക് നോക്കാനോ ഈ ഗുണ്ടകളെ നോക്കാനോ ഒന്നും സച്ചിക്ക് തോന്നുന്നില്ല. പക്ഷേ സച്ചി ജസ്റ്റ് ജനലിൽ കൂടെ നോക്കുമ്പോൾ എന്തോ നിഴൽ പോലെ സച്ചിക്ക് തോന്നിയെങ്കിലും സച്ചിക്ക് തോന്നിയതാണെന്ന് വെച്ചിട്ട് സച്ചി പുറത്തേക്കൊന്നും ഇറങ്ങണില്ല കേട്ടോ. അങ്ങനെ അവർ പോയി ഗുണ്ടകൾ
ചിന്തകൾ പോയി ഇനി നാളെ അവൻ്റെ അവസാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോണത്. അങ്ങനെ സച്ചി നേരം വെളിച്ചായപ്പോൾ രേവതിയോട് ചോദിക്കണ്ട, രേവതി പോവാ ചോദിക്കുമ്പോൾ ആ പോവാ സച്ചേട്ടൻ പോണ വഴിക്ക് എന്നെ ഒന്ന് അവിടെ ഇറക്കണേ പ്രേമിലേച്ചിയുടെ വീടിൻ്റെ അവിടെ, എന്നിട്ട് സച്ചേട്ടൻ പൊക്ക പറയുമ്പോൾ ആ ശരി ഞാൻ ഇറക്കാമെന്ന് പറയാണ്. അപ്പോൾ അതെന്തിനാ നിനക്ക് വണ്ടിയിൽ ചോദിക്കുമ്പോൾ പറയണ്ട വണ്ടി ഉണ്ട്, പക്ഷെ കുറേ ഓർഡർ ഉണ്ട്, എനിക്ക് വണ്ടിയിൽ അത് കൊണ്ടുപോകാൻ പറ്റില്ല പറയണം. അങ്ങനെ അവർ രണ്ടുപേരും ശരി പോവാന്ന് ചോദിക്കുമ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ താക്കോൽ ഇരിക്കണോടത്ത് കാണില്ല. അപ്പോൾ രേവതി എൻ്റെ താക്കോൽ എടുക്കുക പറയാണ്. അപ്പോൾ താക്കോൽ ഞാനല്ലോ സച്ചേട്ടനല്ലേ സച്ചേട്ടൻ്റെ താക്കോൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, പോടി ഞാൻ നിൻ്റെയിലല്ലേ തന്നെ എൻ്റെയിലും തന്നിട്ടില്ലേ, സച്ചേട്ടൻ തന്നെ താക്കോൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പറയാണ് രേവതി. എന്നാൽ നോക്കാൻ വേണ്ടിയിട്ട് അവർ താക്കോൽ അവിടെയൊക്കെ തരുമ്പോൾ പെട്ടെന്ന് ഡോറിൻ്റെ അവിടെ നിന്ന് താഴത്തുനിന്ന് താക്കോൽ വേണം. എന്താ സച്ചേട്ടൻ്റെ താക്കോൽ ഇത് ഇവിടുന്നാ കിട്ടിയേ ഞാനിവിടെ വെച്ചിട്ടില്ല, എനിക്കറിയില്ല, എന്തായാലും കിട്ടിയില്ല പറഞ്ഞിട്ട് രേവതി താക്കോൽ കൊടുത്തിട്ട് സച്ചിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ പൂവാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ കാറിൽ കയറി രേവതി പൂവൊക്കെ അതിൽ ഡിക്കിയിൽ വെച്ചു. കയറാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രമീളയുടെ ഓട്ടോറിക്ഷ വന്നിട്ട് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. എന്താ പ്രമീള വെച്ച് ചോദിക്കും പറയണേ, രേവതി ഞാൻ പൂവ് മേടിക്കാൻ വേണ്ടി വന്നതാ, എന്തായാലും ഇവിടെ അടുത്ത് വരെ വരാണ്ടായിരുന്നു, അപ്പം ഇനി നിന്നെ അങ്ങോട്ട് നടത്തിക്കണ്ടല്ലോ, അത് മേടിച്ചിട്ട് പോവാലോ എന്ന് വിചാരിച്ചു പറയണം. അങ്ങനെ രേവതിയുടെ കയ്യിലത്തെ പൂമാലകൾ മുഴുവൻ പ്രമീള മേടിച്ചിട്ട് പോകണം. അപ്പോൾ സച്ചി ചോദിക്കണം, ഇനി നീ വരുന്നുണ്ടോ രേവതി ചോദിക്കുമ്പോൾ ഇല്ല സച്ചേട്ടൻ, ഇനി ഞാൻ എന്തിനാ വരണേ, സച്ചേട്ടൻ പൊക്കോട്ടോ, ഇനി ഞാൻ വരുന്നില്ലേ പറയണേ. ശരി എന്നാൽ ഞാൻ പോയിട്ട് വരാ പറയണേ. ശരി സച്ചേട്ടാ സൂക്ഷിച്ച് പോണേ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ സച്ചി പറയണം, ഇതെന്താ പതിവില്ല, അതെങ്ങനെ എന്നും അച്ഛനാണല്ലോ പറയാറ്, ഇന്നിപ്പോൾ നീയാണല്ലോ പറയാറ്, ഇന്നിപ്പോൾ നീയാണല്ലോ പറയുന്നത്, സച്ചേട്ടാ ശ്രദ്ധിക്കണം പറയുമ്പോൾ ആ ശരി ഞാൻ ശ്രദ്ധിച്ച് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സച്ചി വണ്ടി എടുത്തിട്ട് രേവതിയോട് യാത്ര പറഞ്ഞിട്ട് പോവാണ്. ഈ സമയത്ത് ബാമ ഭയങ്കര വിഷമത്തിലാണ്. ദൈവമേ, ബാമയ്ക്കും ഇരുന്നിട്ട് ഇരിപ്പുറക്കില്ല, കിടന്നിട്ട് കിടപ്പുറക്കില്ല, ദൈവമേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ശ്രുതി ലഗേജ് എടുക്കാൻ തന്നെയാണോ കീ മേടിച്ചിട്ടുണ്ടാവുക, അത് അവൾ വേറെ എന്തെങ്കിലും ഉദ്ദേശം കണ്ടിട്ടുണ്ടാവും, അവളെ വിശ്വസിക്കാൻ പറ്റില്ല, അവൾ എന്തെങ്കിലും ചതി ചെയ്യോ ഈശ്വര, ഒരാപത്തും വരുത്തത്, അങ്ങനെ ചതി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ താക്കോലെടുത്തെന്ന് അറിഞ്ഞാൽ തീർന്ന് അതോടെ ഞാൻ കുടുങ്ങില്ല ഭഗവാനെ എന്നൊക്കെ വിചാരിച്ചിട്ട് ബാമ ഇങ്ങനെ ഇരുന്നും കടന്നും ഇങ്ങനെ നേരം വെളുപ്പിക്കുന്നുണ്ട്. ബാമയ്ക്ക് ഉറക്കം വന്നില്ല, ബാമ അങ്ങനെ ആകെ ടെൻഷനിലാണ്. ശ്രുതി എന്തോ ഒരു ചതിക്കാണ് കൂട്ട് നിൽക്കണത് എന്നിങ്ങനെ ബാമയുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. ആ ഒരു ടെൻഷനിലാണ് ബാമ ഇരിക്കുന്നത്. സച്ചി കാറെടുത്ത് പുറത്തേക്ക് പോകുന്നത് നോക്കിയിട്ട് ആൻ്റണിയുടെ ഗുണ്ടകൾ പുറത്ത് കാവൽ നിൽക്കട്ടെ, സച്ചിനെ കാണല്ലേ, എന്താ ഇവനെ വരാത്ത, ഇവൻ ഇപ്പം ഇന്ന് കാർ എടുക്കലുണ്ടാവില്ലേ എന്നൊക്കെ അവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട്. ആ സമയത്താണ് ഒരു കാറിൻ്റെ ഹോണടി കേൾക്കുന്നത്. കാറിൻ്റെ ഹോണടി കേൾക്കുമ്പോൾ അവർ നോക്കുമ്പോൾ പറയണം അവൻ വരുന്നുണ്ട് കാറും കൊണ്ട് എന്ന് പറയണം. ഗുണ്ടകളെ നോക്കുമ്പോൾ സച്ചി കാർ എടുത്തിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പറയണം ഇന്നിപ്പോൾ എന്തായാലും അവൻ്റെ അവസാനം, ശരിക്കും അവളും കൂടി അതിൽ വേണ്ടതായിരുന്നു, ഒന്ന് ഒറ്റയടിക്ക് രണ്ടും കൂടി തീർന്നേനെ എന്നൊക്കെ പറയാണ്. അങ്ങനെ സച്ചിക്ക് പെട്ടെന്ന് കോൾ വരുന്നുണ്ട്, സാറേ ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ എത്തും, ഇതാ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഫോണൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് സച്ചി ഇങ്ങനെ കാറും കൊണ്ട് പോവാണ്. പോയിട്ട് സച്ചിക്ക് പെട്ടെന്ന് കാറ് ബ്രേക്ക് ചവിട്ടാൻ നോക്കുമ്പോൾ ബ്രേക്ക് കിട്ടണില്ല, സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്ക് പോയേക്കാണ്. ബ്രേക്ക് പോയി സച്ചിക്ക് എന്താ ചെയ്യണമെന്നുള്ള, ദൈവമേ ഇതിപ്പോൾ എന്താ പറ്റി, ബ്രേക്ക് കിട്ടണില്ലല്ലോ, ഞാനിപ്പോൾ ഇതെങ്ങനെ ഒന്ന് നിർത്തുക, ഈശ്വര ചതിച്ചോ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് സച്ചി ഇങ്ങനെ ആകെ പരിഭ്രമിച്ച് ഡ്രൈവ് ചെയ്യാണ്. പക്ഷെ ബ്രേക്ക് എങ്ങനെ നോക്കിയിട്ട് സച്ചിക്ക് ബ്രേക്ക് കിട്ടണേ ഇല്ല, എന്ത് ചെയ്താട്ടോ ശ്രമിച്ചിട്ടും ബ്രേക്ക് കിട്ടണില്ല. അങ്ങനെ സച്ചി വണ്ടി വളച്ചെടുത്തിട്ട് മെല്ലെ ഒരു ബൈക്കിൽ പൊട്ടി ഇടിച്ചിട്ട് വണ്ടി അവിടെ നിർത്തുകയാണ്. വണ്ടി അവിടെ നിർത്തുന്ന സമയത്ത് ആ ബൈക്കിൽ ഇടിച്ചേക്കുന്നത്, ആ ബൈക്ക് വേറെ ആരുടെ അല്ല തോന്നുന്നു, നമ്മുടെ ദേവുവിൻ്റെ കാമുകനായിട്ടുള്ള ഇൻസ്പെക്ടർ അരുണിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട് ആ ബൈക്ക്. അപ്പോൾ അരുൺ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ബൈക്ക് ഇടിച്ചിട്ട് ഈ ഹെൽമെറ്റൊക്കെ താഴ്ത്ത് വീഴുന്നുണ്ട്. അപ്പോൾ അരുൺ ഇങ്ങനെ ഇടിച്ച ആളേനെ, കാറിലത്തെ ആളേനെ ഇങ്ങനെ നോക്കുമ്പോൾ സച്ചി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ സച്ചിക്കുള്ള അടുത്ത പണി എന്തായാലും കിട്ടി. പക്ഷെ സച്ചിക്ക് കൂടുതൽ കുഴപ്പമൊന്നുമില്ലാതെ ദൈവം സച്ചിനെ കാത്തു. അതായത് ബ്രേക്കിന് ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സച്ചിയുടെ കാർ അപകടത്തിലൊന്നും പെടാതെ സച്ചിക്ക് പരിക്കുകളൊന്നും ഇല്ലാതെ സച്ചി എല്ലാ കാറും എങ്ങനെയോ ഒതുക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ ചെമ്പനീർപ്പൂവിൻ്റെ ഇന്നത്തെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ വിചാരിച്ചപ്പോൾ നിരാശയായിരിക്കും, ശ്രുതിക്കും ആൻ്റണിക്കും ഒക്കെ ഫലമായിട്ട് വരുന്നത് നിരാശയായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതിലാണ് ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. നാളത്തെ കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.